പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റംസാൻ സ്പെഷ്യൽ ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണിത്. മുസ്ലിങ്ങൾ നോമ്പ് കാലത്താണ് ഇത് കൂടുതലായിട്ട് തയ്യാറാക്കുക. നോമ്പ് പിടിക്കുമ്പോഴുള്ള ക്ഷീണവും തളർച്ചയൊക്കെ ഒന്ന് കുറയ്ക്കാനും ദഹനത്തെ സഹായിക്കാനും എല്ലാം ഇത് നല്ലതാണ്. എനിക്ക് സാധാരണ കഞ്ഞിയാണെങ്കിലും അത്ര ഇഷ്ടമുള്ള ആളല്ല. ഇത് ജീരകക്കഞ്ഞി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്ര ഇഷ്ടമുള്ളതായിരുന്നില്ല. പിന്നെ കുടിച്ച് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മൾ ചോറ് വയ്ക്കുന്ന സാധാരണ അരി ഉപയോഗിച്ച് നമുക്ക് ഈ ജീരകക്കഞ്ഞി തയ്യാറാക്കാം. എന്നാൽ ഇതിനായിട്ട് കൂടുതൽ നല്ലത് ഉണക്കലരിയാണ്. അതിന് തീരെ വേവ് കുറവായിരിക്കും. അത് മാത്രമല്ല ജീരകക്കഞ്ഞി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അരിയുടെ, അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഈ ഉണക്കലരി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ സാധാ അരി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ചോറ് കടിക്കുന്ന മാതിരി തോന്നും. പിന്നെ നിങ്ങൾക്ക് പച്ചരി ഉപയോഗിച്ചും ഇത് ചെയ്യാം കേട്ടോ. വേവ് കുറഞ്ഞ ഏതരി വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൻ്റെ പശയെല്ലാം കഴുകി കളയണം. വെള്ളം നന്നായിട്ട് തെളിയുന്നത് വരെ ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം. റൈസ് ഇവിടെ ക്ലിയറായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ പറ്റിയ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഞാൻ വീഡിയോയിൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടമുള്ള പാത്രം എടുത്തുന്നുള്ളൂ. നിങ്ങൾ ചോറ് വയ്ക്കുന്ന കല ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജീരകക്കഞ്ഞിയിൽ പ്രധാനമായിട്ടുള്ള ആശാളിയും ഉലുവയാണ്. ഉലുവ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ആശാളിയും അത്ര തന്നെ 1 ടീസ്പൂണോളം. 1 ടീസ്പൂൺ ശരിക്കും നിറച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇത് ഇതുപോലെ അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് ഒരുമി കഴുകിയെടുക്കാം. ഇനി ഈ ഉലുവയും ആശാളിയും കൂടി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കുക്ക് ചെയ്യാനുള്ള അരിയിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. നമ്മൾ സാധാരണ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇടുന്ന അത്രയും വെള്ളം വേണ്ട. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ലിറ്റർ വെള്ളമാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. 1 ടീസ്പൂൺ ആദ്യം ഇട്ട് കൊടുത്താൽ മതി. കഞ്ഞിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകും. ഉപ്പ് കുറവ് വരാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അരി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ മതിയാവും കേട്ടോ. തേങ്ങ അധികം ആയാലും കൊള്ളില്ല. തേങ്ങ കുറഞ്ഞു പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങയോടൊപ്പം കൂട്ടിയടിക്കാനായിട്ട് 3-4 ചെറിയ ഉള്ളി കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ്. നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന മോരുകറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം 1 ടീസ്പൂൺ ഇട്ടെടുക്കാം. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരയണമെന്നൊന്നുമില്ല, എന്നാൽ നന്നായിട്ട് അരയാൻ വേണം. അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാൻ ഞാനിപ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടാണ്ടോ അരയ്ക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോറ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇട്ടാലും മതി. ഇപ്പോൾ നമ്മുടെ അരപ്പിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുക്കുന്നത്. തേങ്ങ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായ ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഈ സമയം നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ മീഡിയത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ തേങ്ങയുടെ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടികൾ ഇട്ടെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വയ്ക്കുക. അടയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വെക്കരുത്. തിളച്ച് താഴ്ച്ചാണ് നമ്മൾ കഞ്ഞി വെക്കുന്ന അരി. പകുതി ഭാഗം തുറന്ന് അടച്ചു വയ്ക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉണക്കലരിയാണ്. അതുകൊണ്ട് ഒരുപാട് നേരം സമയമൊന്നും എടുക്കില്ല. അത് വേവാനായിട്ട് കൂടി 7 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. നമ്മുടെ പച്ചരി ബിരിയാണി റൈസൊക്കെ വേവിക്കുന്ന സമയം മതി ഇതിന് വേവാൻ. അതുകൊണ്ട് ഇത് ടേസ്റ്റ് അങ്ങ് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നോക്കാം. അല്ലാതെ അങ്ങ് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പായസം പോലെ അങ്ങ് കലങ്ങി പോയി അരി. പിന്നെ അരി കംപ്ലീറ്റ് ആയിട്ട് കുക്കാവണം കേട്ടോ. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം. റൈസ് ഇപ്പോൾ ഇവിടെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി കുക്കാവാനുണ്ട്. അപ്പോൾ അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി താളിക്കാൻ വേണ്ട ഉള്ളി അരിഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5-8 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ജീരകഞ്ഞി ഉണ്ടാക്കുമ്പോൾ റൈസ് ഇത്രയും കുക്കാവണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ചോറ് കഴിക്കുന്നതായി തോന്നും. മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിട്ടുള്ള അരപ്പ് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി വെച്ച് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അരപ്പ് വെച്ചെടുത്ത ശേഷം നന്നായിട്ട് വെട്ടി തിളക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് ചെറിയൊരു തിള വന്നു തുടങ്ങിയാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് തിക്കായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി കേട്ടോ. നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തിക്നെസ്സാണ് വേണ്ടത്. പക്ഷേ എൻ്റെ കഞ്ഞി ചൂടാറി കഴിയുമ്പോൾ ഇച്ചിരി കൂടി തിക്കാവും. അതുകൊണ്ട് ഞാൻ എടുക്കാൻ നേരത്ത് കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഈ കഞ്ഞി നമുക്ക് ഇനി ഇങ്ങനെ തന്നെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. തളിച്ച് വയ്ക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളി മൂപ്പിച്ച് വയ്ക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും നമുക്ക് മൂപ്പിച്ച് വയ്ക്കാൻ. വെളിച്ചെണ്ണയിലാണ് വയ്ക്കാറ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ശരിയായ രീതി അനുസരിച്ച് ഗീ എടുക്കുന്നതേ ഉള്ളൂ. ഉള്ളി മൂപ്പിച്ച് വയ്ക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. ഗീ ചൂടായി കഴിയുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളി അല്ലാതെ അങ്ങ് കരിഞ്ഞും പോകരുത്. എന്നാൽ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുകയും വേണം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് ഗോൾഡൻ കളർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞിയിൽ മൂപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് അതങ്ങ് താന്നു പോകും. നിങ്ങൾക്ക് ഇതുവരെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മതി. നമ്മളെടുത്ത് ഒഴിച്ചൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു ബ്രൗൺ കളർ ആയിക്കോളും. നമ്മൾ അടുപ്പത്ത് വെച്ച് കത്തിച്ച് തന്നെ കംപ്ലീറ്റ് ഗോൾഡൻ കളർ ആക്കാൻ നോക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എടുത്ത പാകത്തിന് തന്നെ എടുക്കുക. ഒരു 5 സെക്കൻഡ് പുറത്തിരിക്കുമ്പോഴത്തേനും നല്ലൊരു കളർ ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീരകഞ്ഞി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിക്കാണ്. അത് ലൂസാക്കാനായിട്ട് ഞാൻ കഴിക്കാൻ നേരമാകുമ്പോഴത്തേനും കുറച്ച് തിളച്ച വെള്ളം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതൊരു ഇളം ചൂടോടെ കഴിക്കാനായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഒട്ടുമിക്കവർക്കും അറിയുന്നതായിരിക്കും റെസിപ്പി, മിക്കവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കാം. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.